ഹലോ, അബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം. നമ്മളെല്ലാവരും പറയും ഞാൻ അത് നേടി, ഞാൻ ഇത് നേടി, ഞാൻ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി എന്നൊക്കെ പറയും. അപ്പം ചിലപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നേടിയെടുത്തത് പോലെ ആയിരിക്കും നമ്മളത് പറയുന്നത്. എൻ്റെ കഴിവ് കൊണ്ട് നേടി, ഓക്കെ, നമ്മുടെ കഴിവ് എന്തായാലും അതിനകത്തുണ്ടാവും, ഇല്ലെന്നല്ല. എങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഞാൻ നേടിയെടുത്തു അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ എനിക്ക് തോന്നണ നമ്മുടെ ലൈഫിൽ വിജയങ്ങളുടെ പിന്നിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് മോട്ടിവേറ്റഡായിട്ട് നിൽക്കുന്നവർ, നമ്മളെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെ ചെയ്ത് എനിക്കിത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തിയവരും നമ്മുടെ വിജയത്തിന് കാരണക്കാരാണ്. അതും അല്ലെങ്കിലും നമുക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. അപ്പോൾ എൻ്റെ ജീവിതം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ, ഞാൻ 2 വ്യക്തികളെ പറയും. ഒന്ന് എൻ്റെ അമ്മയും, 2 ബിജുവേട്ടനും. ഇതിൽ അമ്മയുടെ കാര്യം ഞാൻ ഫസ്റ്റ് പറയാം. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്ന, അമ്മച്ചിക്ക് എന്നോട് ദേഷ്യമാണ്, എന്നെ ഇഷ്ടമില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം അമ്മച്ചി എന്നോട് ഹാർഡായിട്ട് പെരുമാറുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അമ്മച്ചിക്ക് എന്നോട് ദേഷ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് എൻ്റെ അന്നത്തെ ചിന്താഗതി. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഇന്നത്തെ എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് ഇന്ന് ഞാനിങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റൊരാൾ എൻ്റെ അമ്മയാണ്. കാരണം ഇന്ന് ഞാൻ ചില കാര്യങ്ങൾക്ക് ചച്ചുവിൻ്റെ അടുത്ത് ഞാൻ ഹാർഡായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നീ അത് ചെയ്യണം, നീ ആ കാര്യം നേരിടണം. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വരും, ഞാൻ അവനോട് വളരെ സോഫ്റ്റായിട്ട് ആ കാര്യത്തിന് ഇടപെട്ട് കഴിഞ്ഞാൽ അവനെപ്പോഴും എന്നെ ഡിപ്പെൻഡബിളായി പോകും. അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഇന്ന രീതിയിൽ പെരുമാറണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾക്ക് അങ്ങനെ പറയാറുണ്ട്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഒരു പക്ഷേ ഞാനിങ്ങനെ ഒരു കാല് വയ്യാത്ത ആളാണെന്ന് എൻ്റെ അമ്മ തിരിച്ചറിഞ്ഞ സമയത്ത്, എൻ്റെ അമ്മയുടെ മനസ്സിൽ എത്ര ചിന്തകൾ പോയിട്ടുണ്ടാകും, ഞാനില്ലാണ്ടായാൽ ഇവളെങ്ങനെ ജീവിക്കും, അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അമ്മ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ഇവളെ ഇങ്ങനെ സ്നേഹിച്ച് എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ എല്ലാത്തിനും ഇവൾക്ക് സപ്പോർട്ടീവായിട്ട് നിന്ന് ഞാൻ കാണാറുണ്ട്. എൻ്റെ കാല് വയ്യാത്ത എന്നെപ്പോലത്തെ എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ അമ്മമാർ വന്ന് നിന്ന്, അമ്മ നിന്നാലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ള ഒരവസ്ഥയിൽ. പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. കാരണം ഒരു ടൈം ഓഫ് പീരീഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണം, എന്നെ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അന്ന് എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ പ്രതിസന്ധികൾ വന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യത്തിൽ അന്ന് അമ്മ എന്നെ ഭയങ്കര പൊതിഞ്ഞ് പിടിച്ച് എല്ലാത്തിനും എന്നെ സപ്പോർട്ടീവായിട്ട് നിന്ന്, എനിക്ക് എന്ത് വിഷമം വരുമ്പോഴും ആ തോളെനിക്ക് തന്ന് എന്നെ ചായ്ച്ച് കിടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ഒരു വേദനകൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ പ്രതിസന്ധികളെ ഞാൻ അതിജീവിക്കത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഒരു തോള് തേടി ഞാൻ പോയേനെ. എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ സത്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഈ പ്രായത്തിലാണ് ഞാനത് തിരിച്ചറിഞ്ഞത്. പക്ഷേ ഇന്ന് എനിക്കത് പുള്ളിക്കാരിനോട് ചോദിക്കണമെന്നുണ്ട്. കാരണം അന്ന് അമ്മ എന്നോട് അങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയത്, അല്ലെങ്കിൽ എന്നോട് കുറച്ച് ഹാർഡായിട്ട് എന്നോട് ബിഹേവ് ചെയ്തത്, ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ അതിജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ആൾക്ക് വയ്യാതിരിക്കുകയാണ്. ഞങ്ങൾ മക്കളെപ്പോലും പുള്ളിക്കാരിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു അസുഖത്തിൻ്റെ സ്റ്റേജിൽ നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് തോന്നണം എൻ്റെ ലൈഫിൽ ഏറ്റവും നമ്മൾ ഒരു വയ്യാത്ത ഒരാളുണ്ടാകുമ്പോൾ എല്ലാം ചെയ്തു കൊടുത്ത്
എല്ലാം സപ്പോർട്ട് ചെയ്ത് കരയുമ്പോൾ ചേർത്ത് പിടിച്ച് പിന്നെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നീ അതിന് തനിയെ അതിജീവിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അമ്മച്ചിയുടേത്. അപ്പോൾ അമ്മച്ചി അത് ചെയ്തതായിരുന്നു ശരി. അന്ന് പക്ഷേ എനിക്കത് തെറ്റാണെന്ന് തോന്നി. ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ഭാവം എനിക്കുണ്ടായിരുന്നു. കുറേ നാൾ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ 2 വർഷമായിട്ടാണ് ഞാനത് റീതിങ്ക് ചെയ്ത് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ അമ്മച്ചിയോട് പറയണേ, ഞാൻ അന്ന് എനിക്ക് കുറേ അമ്മച്ചീനോട് വിഷമം ഉണ്ടായിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. എന്ത് ചെയ്യാനാണ്, ആ സമയത്ത് നമുക്ക് അത്രയും ചിന്താഗതിയിലേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്ന അന്ന് അമ്മച്ചി എന്നോട് കാണിച്ച ആ ഒരു ഇതാണ് എനിക്ക് ഇന്ന് ഇതെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് തന്നത്. അല്ലെ എന്നെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് എൻ്റെ ഒരു 16-ാമത്തെ വയസ്സ് തൊട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളേക്ക് അതിജീവിച്ച് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഈ 42 വയസ്സിലും എനിക്കുണ്ടായ വേദനയെ എനിക്ക് അതിജീവിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. രണ്ടാമത് ബിജുവേട്ടൻ്റെ കാര്യം പറഞ്ഞാലും ബിജുവേട്ടൻ കാല് വയ്യ അതുകൊണ്ട് നീ അവിടെ ഇരുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ചിട്ടില്ല. ബിജുവേട്ടനും എന്നോട് വീട്ടിൽ ജോലിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എല്ലാം ചെയ്യണം എന്ന് നിർബന്ധപൂർവ്വമേ പറഞ്ഞിട്ടുള്ളൂ. വഴക്കായിട്ടല്ല എങ്കിലും എന്നോട് ഇങ്ങനെ അത് ചെയ്യണം, അത് ചെയ്തില്ലെങ്കിൽ എന്താണ് അത് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കും. ഒരിക്കലും എനിക്ക് കാല് വയ്യാത്തത് കൊണ്ട് ചെയ്തില്ല എന്നൊരു എക്സ്ക്യൂസ് ബിജുവേട്ടൻ്റെ അടുത്ത് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. അത് പറയാൻ ബിജുവേട്ടൻ എന്നെ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ എന്ത് കാര്യം എടുത്താലും ഇപ്പം ഞാൻ പ്ലസ് ടു എഴുതിയത് +1 എഴുതുമ്പോൾ ബിജുവേട്ടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. +2 എഴുതിയപ്പോൾ ബിജുവേട്ടൻ ഉണ്ടായില്ല. അപ്പോൾ എന്നെ പഠിപ്പിക്കാനായാലും ബിജുവേട്ടൻ എന്നെ LLBക്കൊക്കെ വിടാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. നടന്നില്ല. എന്ത് ചെയ്യാനാണ്, നമുക്കത് പിന്നെ പക്ഷേ എനിക്ക് ഈ 40-41 വയസ്സിൽ എനിക്ക് +2 എഴുതി പാസ്സാകാൻ പറ്റി. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ പേപ്പർ പേന ഉണ്ടാക്കിയതായാലും ബിജുവേട്ടൻ തന്ന സാഹചര്യവും സമയവും അനുവാദം എല്ലാം കൊണ്ടാണ് എനിക്ക് പേപ്പർ പേനയുടെ കാര്യത്തിലായാലും അംബ്രല്ല മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും എനിക്കതൊക്കെ ചെയ്യാൻ പറ്റിയത്. അല്ലാതെ തന്നെ എനിക്ക് ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത്, ഇങ്ങനെ തൻ്റെ അടുത്തോടെ നിൽക്കാൻ പറ്റുന്നത്, ഒരാൾ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അയാളോട് ഫേസ് ടു ഫേസ് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത്, ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് എനിക്ക് വരാൻ സാധിച്ചത്, എൻ്റെ മകനെ ഏറ്റവും എങ്ങനെ അവനെ വളർത്തണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നത് ബിജുവേട്ടനാണ്. ഇന്ന പോലെ ചെയ്യണം, അവനെ ഇന്നത് പഠിപ്പിക്കണം, അവന് ഇന്നത് പറഞ്ഞു കൊടുക്കണം, കൃത്യസമയത്ത് അവൻ എന്തെല്ലാം കാര്യം, അറ്റ്ലീസ്റ്റ് അവൻ 1.5 വയസ്സ് അതായത് നടന്നു തുടങ്ങിയപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോയി അവൻ്റെ ദിനചര്യകൾ കാര്യങ്ങൾ ചെയ്യാൻ അവൻ പ്രാപ്തനായിരുന്നു. അതെല്ലാം എനിക്കപ്പോൾ എങ്ങനെ അതൊക്കെ ചെയ്യണമെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് അത് ചെയ്ത് ഞാനാണ് അവനെ നന്നായിട്ട് വളർത്തിയത് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മളെല്ലാവരുടെയും ലൈഫിൽ നമ്മൾ വിജയിച്ച് വരുമ്പോൾ നമ്മൾ പറയും ഞാൻ വിജയിച്ചു, എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ചെയ്തു. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ എല്ലാവരുടെയും പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ അമ്മയാകാം, അച്ഛനാകാം, ഭർത്താവാകാം, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആകാം. അപ്പം നമ്മൾ പണ്ട് ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് വിഷമമാണെങ്കിലും ഇന്ന് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോഴാണ് തലയ്ക്ക് ബോധം വെച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. മുമ്പ് ഇങ്ങനെ അവരങ്ങനെ ചെയ്തല്ലേ ഇങ്ങനെ ചെയ്തല്ലേ എന്നൊക്കെ ഓർത്ത് വിഷമം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ ആരോടും വിഷമമില്ല. ആരെന്നോട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അന്ന് എനിക്ക് പ്രയാസമായ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇന്ന് അതിനകത്തൊക്കെ ഒരു പോസിറ്റീവ് കാണാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇന്ന് ഞാൻ അതിനെയൊക്കെ സാരമില്ല, അന്ന് അതിനും അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, എന്നാലും അവർക്ക് എന്നോട് അങ്ങനെ പെരുമാറാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞെടുത്ത് അവരങ്ങനെ ചെയ്തതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാൻ അതിനൊരുപാട് ശ്രമിച്ച്. മനസ്സെപ്പോഴും നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. നമ്മളെല്ലാത്തിലും കുറ്റവും കുറവും കണ്ടെത്തി ഒരാളെ വിമർശിക്കാൻ അതിനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാണ് നെഗറ്റീവായി പോകുന്നത്. അല്ലാതെ അവർക്ക് ഒരു പ്രശ്നവും സംഭവിക്കത്തില്ല. പക്ഷെ നമുക്ക് വന്നിട്ട് അതെന്ത് ചെയ്യും, നെഗറ്റീവ് ഫീലായിട്ട് നമ്മുടെ മുഖത്തും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ സംസാരത്തിലും ഒക്കെ വരും. അപ്പം ഞാൻ ഇത്രയും പറയുന്നത് നമ്മുടെ ലൈഫിൽ എൻ്റെ അമ്മയോടാണെങ്കിലും ബിജുവേട്ടനോടാണെങ്കിലും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം ഇന്നിപ്പോൾ ബിജുവേട്ടന് ഇത് കേൾക്കാനില്ല, അമ്മച്ചിക്ക് ഇത് കേട്ടാലോട്ട് അറിയാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് എന്നാലും എൻ്റെ അമ്മേനെ കാണാൻ ചെന്നപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടാണെങ്കിലും അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞ അമ്മച്ചി എന്നെ അങ്ങനെ വളർത്തിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാനിന്ന് എൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ എനിക്ക് അതിജീവിക്കാൻ പറ്റിയത്. ആ ഒരു ടൈമിൽ എനിക്ക് എനിക്ക് മനസ്സിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം എന്താണ് ഇവരിങ്ങനെ ചെയ്യണത്, ഇവരല്ലേ എന്നെ ഏറ്റവും അധികം എന്നെ ചേർത്തിടിക്കേണ്ടത്, ഒരമ്മയല്ലേ മക്കൾക്ക് താങ്ങാണ്ട് തണലാകണ്ടേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നൊരു സമയമുണ്ട്. പക്ഷെ അന്ന് ഞാനപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കും എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ച്. പക്ഷെ അതല്ല സത്യം. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് അമ്മച്ചി നേരത്തെ കണ്ടിട്ടുണ്ടാകും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ വരും എന്നൊക്കെ അമ്മച്ചി നേരത്തെ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാകും മനസ്സിൽ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവളുടെ ലൈഫിൽ ഒരുപാട് വേദനകൾ വന്ന് അവരില്ലാണ്ടാകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായി പോയാൽ ഞാൻ നിലനിൽക്കണമെന്നും പുള്ളിക്കാരി ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ എന്നോട് ആ സമയത്ത് അങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം പറഞ്ഞാൽ ആൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാണ്ടായിപ്പോയി. ഞാൻ പറഞ്ഞതാണ്, നമ്മളെല്ലാവരും അത് തിരിച്ചറിയണം. ഓക്കെ.